നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 പ്രകൃതി പാഠങ്ങളിൽ തത്വം ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ച് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ ഗുരുവായ അവധൂതൻ ശിഷ്യനായ യദുമഹാരാജാവിനെ ഉപദേശിക്കുന്നുണ്ട്. അതിലൊന്നാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലം. ജലം പ്രകൃതിയാ സ്വച്ഛമാണ്, നിർമ്മലമാണ്. സാധകനും ഇതുപോലെ നിർമ്മല ബുദ്ധിയുള്ളവനാകണം എന്ന് ജലതത്വം പഠിപ്പിക്കുന്നു. മൃദുത്വം, മധുരം എന്നീ ഗുണങ്ങളും ജലത്തിനുണ്ട്. സാധകനും ഈ ഗുണങ്ങൾ ഉണ്ടാകണം. സാധകൻ കഠോര സ്വഭാവമുള്ളവനാകരുത്. അവരുടെ വാക്കുകൾ കയ്പുള്ളതോ തീഷ്ണമോ ആകരുത്. ജലം പോലെ മധുരവും ആർദ്രവുമാകണം. നദിയിലെയും തടാകങ്ങളിലെയും കിണറുകളിലെയും വെള്ളം പരോപകാര പ്രയോജനപ്രദമാണ്. സാധകന്റെ ജീവിതവും സാന്നിധ്യവും മറ്റുള്ളവർക്ക് ഉപകരിക്കണം. മനുഷ്യർ ഉൾപ്പെടെ എല്ലാ ജീവികളും അവരുടെ ശരീരം ശുദ്ധമാക്കുന്നത് ജലത്തിലാണ്. മനുഷ്യർ ശരീരം മാത്രമല്ല, മറ്റ് പലതും ശുദ്ധമാക്കുന്നത് വെള്ളം കൊണ്ടാണ്. അതുപോലെ തൻ്റെ പ്രവൃത്തികളും വാക്കുകളും കൊണ്ട് അന്യരിലും പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന സന്ദേശമാണ് ജലതത്വം പകർന്നു തരുന്നത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. തത്വത്തിലല്ലാത്ത ഭക്തി മനുഷ്യനെ ബന്ധിക്കുവാൻ മാത്രമേ സഹായിക്കൂ. മുക്തനാക്കുവാൻ അതിന് കഴിയില്ല. പടർന്നു വളരുന്ന മുല്ല മറ്റു വൃക്ഷങ്ങളെ ബന്ധിച്ചു പോകുന്നതല്ലാതെ മുകളിലേക്ക് വളരുന്നില്ല. ഇനി ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഗാംഭീര്യം പരിഘാപദം ഘനധൃതി പ്രാകാരവുദ്യഗുണസ്തോമശ്ചാപ്തബലം ഘനേന്ദ്രിയജയോ ദ്വാരാണി ദേഹേ സ്ഥിതഃ വിദ്യാവസ്തു സമൃദ്ധിരിത്യഖില സാമഗ്രി സമേതേ സദാ ദുർഗാദി പ്രിയദേവ മാമകമനോ ദുർഗേ നിവാസം കുരു. അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. ദുർഘടങ്ങളായ സ്ഥലങ്ങൾ പ്രിയമുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് എൻ്റെ മനസ്സാകുന്ന ദുർഘടമായ കോട്ടയിൽ വന്ന് വസിച്ചാലും എന്നാണ് ഭക്തന്റെ പ്രാർത്ഥന. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയിലെ 42-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 41 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്.
42-ാമത്തെ ശ്ലോകം ഭഗവാനോട് തൻ്റെ മനസ്സിൽ വന്ന് താമസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ? ഗാംഭീര്യം പരിഘാപദം ഘനധൃതി പ്രാകാര ഉദ്യദ്ഗുണസ്തോമശ്ചാപ്തബലം ഘനേന്ദ്രിയചയോ ദ്വാരാണി ദേഹസ്ഥിത വിദ്യാവസ്തു സമൃദ്ധിരിത്യഖില സാമഗ്രീ സമേതേ സദാ ദുർഗാദിപ്രിയദേവ മാമകമനോ ദുർഗേ നിവാസം കുരു. ഹേ ദുർഗാദിപ്രിയ ദേവ, ദുർഗങ്ങളെ, ദുർഘടങ്ങളായ ഇടങ്ങളെ അത്യന്തം പ്രിയമായി കണക്കാക്കുന്ന ഹേ ദേവ. ഈ അർത്ഥമാണ് ഈ ശ്ലോകത്തിന് മൊത്തം യോജിക്കുക. എന്നാൽ ദുർഗാദിപ്രിയ എന്നുള്ളതിന് വേറെയും അർത്ഥം പറയാം. ദുർഗയെ അത്യന്തം പ്രിയപ്പെടുന്നവൻ, ദേവിയെ, ദുർഗയെ അത്യന്തം പ്രിയപ്പെട്ട് കഴിയുന്നവനാരോ അവൻ ദുർഗാദിപ്രിയൻ. എങ്കിലും ഈ ശ്ലോകത്തിന് കൂടുതൽ യോജിക്കുക ആദ്യം പറഞ്ഞ അർത്ഥമാണ്. ദുർഗങ്ങളെ, ദുർഘടങ്ങളായ സ്ഥലങ്ങളെ അതിപ്രിയമായി കണക്കാക്കുന്നവൻ. സ്വയം തന്നെ നിവസിക്കുന്നത് ഹിമാലയ പർവ്വതത്തിൽ, അത്യുച്ഛ്രിതമായ എത്തിപ്പെടാൻ വളരെ ക്ലേശകരമായ കൈലാസത്തിൽ. ഹേ ഭഗവൻ, അവിടുന്ന് ദുർഗാദിപ്രിയനാണല്ലോ, ദുർഗദേശങ്ങളെ അത്യന്തം പ്രിയമായി കണക്കാക്കുന്നവനാണല്ലോ. ഹേ ദേവ, സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനെ, അഥവാ ദുർഗാദിപ്രിയനായ ദേവ, അങ്ങനെയും പറയാം. ദുർഗാദിപ്രിയ ദേവ ഒറ്റ വാക്കായിട്ടെടുക്കാം. മാമക മനോദുർഗേ നിവാസം കുരു. എൻ്റെ മനസ്സാകുന്ന കോട്ടയിൽ നിവാസം കുരു, നിവസിച്ചുകൊള്ളൂ. ദുർഗം എന്നുള്ളതിന് കോട്ട എന്നർത്ഥമുണ്ട്. ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ പ്രയാസകരമായ വിധത്തിൽ രാജാക്കന്മാർ വലിയ വലിയ കോട്ടകളെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള കോട്ടകളിൽ വസിക്കുന്നത് ഇഷ്ടമായ ഭഗവാനെ, അഥവാ എത്തിപ്പെടാൻ ക്ലേശകരങ്ങളായ ദുർഗസ്ഥലങ്ങളിൽ നിവസിക്കുന്നതിൽ ഇഷ്ടമുള്ള അല്ലയോ ഭഗവാനെ, എൻ്റെ മനസ്സാകുന്ന കോട്ടയിൽ മാമക മനോദുർഗേ, എൻ്റെ മനസ്സാകുന്ന കോട്ടയിൽ നിവാസം കുരു, നിവസിച്ചാലും. എന്താണ് എൻ്റെ മനസ്സാകുന്ന കോട്ടയുടെ സ്വഭാവങ്ങൾ? ഗാംഭീര്യം പരിഘാപദം ഘനധൃതി പ്രാകാര ഉദ്യദ്ഗുണസ്തോമഃ ച ആപ്തബലം ദേഹസ്ഥിതഃ ഘനേന്ദ്രിയചയഃ ദ്വാരാണി. ഈ സാമഗ്രികളൊക്കെയുള്ള എൻ്റെ കോട്ടയിൽ വന്ന് താമസിച്ചോളൂ. എന്തൊക്കെ സാമഗ്രികളാണ് എൻ്റെ കോട്ടയിലുള്ളത്? ഗാംഭീര്യം പരിഘാപദം. പരിഘ, നല്ലപോലെ കുഴിക്കപ്പെടുന്നതാണ് പരിഘ. കിടങ്ങുകൾ. ഇപ്പോൾ കോട്ടയുടെ ചുറ്റും വലിയ കിടങ്ങുണ്ടാവും. ആ കിടങ്ങിൽ വെള്ളം ഉണ്ടാവും. അതാണ് കോട്ടയുടെ പുറമേയുടെ സ്വഭാവം. അപ്പം ഇവിടെ പരിഘാപദം, എൻ്റെ മനസ്സാകുന്ന കോട്ടയുടെ പരിഘ, കിടങ്ങ് എങ്ങനെയുള്ളതാ? ഗാംഭീര്യമുള്ളതാണ്, ആഴമുള്ളതാണ്. ചെറിയൊരു കിടങ്ങൊന്നുമല്ല, വലിയ ആഴമുള്ള കിടങ്ങാണ്. ഘനധൃതി പ്രാകാര, പ്രാകാരം, കോട്ടമതിൽ, വലിയ കോട്ടമതിലാണ്. അതെന്താണ്? ഘനധൃതി, വർദ്ധിതമായ ധൈര്യം. ഇന്ദ്രിയ മനസ്സുകൾ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കഴിവ്, ധൈര്യം, ഒക്കെ ധൃതിയാണ്. മനക്കരുത്ത് ധൃതിയാണ്. അപ്പം ഘനീഭൂതമായ ശക്തിയേറിയ കട്ടപിടിച്ച ധൈര്യമുണ്ട്, ധൃതി. അതാണ് പ്രാകാരം. വർദ്ധിതമായ ഗുണങ്ങളുടെ സമൂഹം, ഗുണസമൂഹം.
സദ്ഗുണങ്ങൾ, ധീരത തുടങ്ങിയ ഗുണങ്ങൾ, അങ്ങനെയുള്ള ഉദ്യമിക്കുന്ന, ഉയർന്നു നിലകൊള്ളുന്ന ഗുണസ്തോമം, സ്തോമം സമൂഹം, ഗുണങ്ങളുടെ കൂട്ടം, എല്ലാ ഉദാര ഗുണങ്ങളുടെയും സമൂഹം. അതെന്താണ്? ആപ്തബലം. അതാണ് ആപ്തബലം. ആപ്തബലം സൈന്യശക്തി. ഇപ്പോൾ കോട്ടയെ സംരക്ഷിക്കുന്ന ബലം വേണം. നാനാഭാഗത്തു നിന്നുകൊണ്ടും കോട്ടയെ സംരക്ഷിക്കുന്ന സൈനികർ വേണം. ആ സൈനിക ബലമാണ് വർദ്ധിതമായ ഉത്കടമായ ഗുണങ്ങളുടെ സമൂഹം. പിന്നെയോ ശ്രേഷ്ഠമായ ഒരു കോട്ടയാണ് എൻ്റെ മനസ്സ്. ഒരു കോട്ടയിൽ എന്തെല്ലാം ആവശ്യങ്ങളായ ഘടകങ്ങളുണ്ടോ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഹേ ദുർഗാപ്രിയ ദേവ, എൻ്റെ മനസ്സാകുന്ന കോട്ടയിൽ വന്ന് താമസിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശ്ലോകം തുടർന്നുള്ള ഭാഗം നമുക്കൊന്നുകൂടി ചിന്തിക്കാം. ക്ഷേത്രാചാരങ്ങൾ വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രീ ജയനാരായണൻ സംസാരിക്കുന്നു. ഒരു ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളെ ഉണ്ടാക്കിയ ഈശ്വരൻ, അതോടൊപ്പം തന്നെ നമ്മളുണ്ടാക്കിയ ഈശ്വരൻ, അങ്ങനെയുള്ള സങ്കല്പം ഈ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ ക്ഷേത്ര സംവിധാനത്തിലുണ്ടോ? നമ്മൾ ഈ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ നിർഗുണോപാസന എന്ന രീതിയിലാണ് സങ്കല്പിക്കുക. അതായത് പ്രത്യേകിച്ച് രൂപങ്ങളില്ലാത്ത, ഗുണങ്ങളില്ലാത്ത, ഗുണം എന്ന് പറയുന്നത് സാമാന്യമായിട്ട് നമ്മൾ സാധാരണയ്ക്ക് ഉപയോഗിക്കുന്ന ഗുണം എന്ന അർത്ഥത്തിൽ ഇവിടെ ഈ ഗുണം എന്ന് പറയുന്ന ശബ്ദത്തെ എടുക്കരുത്. ഗുണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചുള്ള സ്വഭാവവിശേഷങ്ങളോ സത്വരജസ്തമോ ഗുണങ്ങൾ എന്നൊരർത്ഥത്തിലാണ്. ഇത് രണ്ടും ഏതിലേതെങ്കിലും ഒന്നിന് ആധിക്യം സംഭവിച്ചാൽ ആ ഗുണത്തോടു കൂടിയ മൂർത്തി എന്നൊരു സങ്കല്പം വരും. ഇതൊന്നുമില്ലാത്ത, ഇതെല്ലാം സമമായി വർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നിർഗുണം എന്ന് പറയുന്നൊരവസ്ഥ. എന്നാൽ സഗുണോപാസന എന്ന് പറയുന്ന മറ്റൊരു തലം കൂടിയുണ്ട്. ഈ സഗുണോപാസന യഥാർത്ഥത്തിൽ നമ്മളെ ഉണ്ടാക്കിയ ഈശ്വരനെ നമ്മൾക്കനുസൃതമായി നമുക്ക് വേണ്ടി നമ്മളിലേക്ക് താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ചിത്രത്തിൽ, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കണ്ടുവന്നിട്ടുള്ള കഥകളിലും ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ടാകും. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രവും ഈ ഓരോരുത്തരുടെ മനസ്സിൽ തെളിയുന്ന ചിത്രവും വ്യത്യസ്തമായിരിക്കും. ഓരോ രൂപത്തിലും കൃഷ്ണന് വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടാകാം. എനിക്കൊരു പക്ഷേ കൃഷ്ണനെ, വെണ്ണക്കണ്ണനായിട്ടുള്ള കൃഷ്ണനെ ആവും കൂടുതൽ താല്പര്യമുണ്ടാവുക. മറ്റൊരാൾക്ക് സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള കൃഷ്ണനെയാകാം. ഇതൊക്കെ അവരവരുടെ മനസ്സിൻ്റെ പ്രൊജക്ഷൻ അനുസരിച്ചിട്ടാണ് ഈ വൈവിധ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഈ മൂർത്തികൾക്ക് വൈവിധ്യം കൽപ്പിക്കുമ്പോഴാണ് സഗുണോപാസന എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 33 ദേവന്മാർ എന്ന് പറയുന്നൊരു സങ്കല്പം ഇവിടെ വന്നത്. സമഷ്ടിയായി ചിന്തിച്ചാൽ ദേവൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് സകല ചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒറ്റ ഭാവത്തിൽ ഒരേ ഈശ്വരനാണ്. ഈ ഈശ്വരനെ നമുക്ക് പ്രാപ്യമാകുന്ന തരത്തിൽ, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന തരത്തിൽ, നമ്മുടെ ഹൃദയവർത്തിയായ തരത്തിൽ, നമുക്ക് ഏറ്റവും സ്വീകാര്യമായ തരത്തിൽ ഈശ്വരനെ ചുരുക്കിക്കൊണ്ടുവന്നാണ് സഗുണോപാസന ചെയ്യുന്നത്. നിർഗുണോപാസനയിൽ നമുക്കിത് കാണാൻ സാധിക്കില്ല. സഗുണോപാസനയിൽ ഇത്തരത്തിൽ ഭഗവാനെ നമ്മളിലൊരാളായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 33 ദേവന്മാരെന്ന് പറയുന്നൊരു സങ്കല്പം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അവസാനമായി ദീപാരാധനയും ക്ഷേത്ര ചൈതന്യ രഹസ്യവും കണ്ടറിയാൻ ഈശ്വര സന്നിധിയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം.
ഇത് ആദിമൂലം വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം. ആദിശേഷനായ അനന്തഭഗവാൻ ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുളുന്ന ദേവസങ്കേതം. ആലപ്പുഴ ജില്ലയിൽ വെട്ടിക്കോട് എന്ന പ്രദേശത്താണ് അനന്തഭഗവാൻ കുടികൊള്ളുന്ന ഈ നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത്. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. അവതാരമൂർത്തിയായ ശ്രീ പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തു. ഈ സമയം കേരളഭൂമി ജനവാസയോഗ്യമായിരുന്നില്ല. കടൽ മാറി കരയായതുകൊണ്ട് ഭൂമി മുഴുക്കെ ഉപ്പുരസത്താൽ മൂടപ്പെട്ടിരുന്നു. ഭൂമിയുടെ ഈ ദുസ്ഥിതി കണ്ട് പരശുരാമൻ കൈലാസ അധിപതിയായ ശ്രീ പരമേശ്വരനോട് സങ്കടമുണർത്തിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാക്ഷാൽ അനന്തനു മാത്രമേ കഴിയുകയുള്ളൂ എന്നും അനന്തനെ ശരണം പ്രാപിക്കാൻ പരമേശ്വരൻ ഉണർത്തിക്കുകയും ചെയ്തു. ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ അനന്തനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ് ആരംഭിച്ചു. ഏറെക്കാലത്തെ തപസ്സിനു ശേഷം അനന്തൻ പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി. തന്റെ മുന്നിൽ പ്രത്യക്ഷനായ അനന്തനെ പരശുരാമൻ തനിക്കുള്ള സങ്കടമുണർത്തിച്ചു. ഭൂമിയിൽ നിറഞ്ഞ കടലോരു മാറ്റി ജനവാസയോഗ്യമാക്കാമെന്ന് അനന്തൻ സമ്മതിച്ചു. അതിൻ പ്രകാരം അനന്തൻ സർപ്പഗണങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി. മുഖം ഭൂമിയിൽ താഴ്ത്തിവെച്ച് നാവുകൊണ്ട് കടലോരു വലിച്ചെടുക്കാൻ സർപ്പങ്ങൾക്ക് അനന്തൻ ആജ്ഞ നൽകി. ഈ വിധം കേരളഭൂമിയിൽ നിറഞ്ഞു നിന്ന കടലോരു മുഴുവൻ സർപ്പഗണങ്ങൾ നിശേഷമില്ലാതാക്കി ഭൂമി ജനവാസയോഗ്യമാക്കി തീർത്തു. കേരളക്കരയെ ജനവാസയോഗ്യമാക്കി തീർത്ത അനന്തനോടുള്ള പ്രത്യുപകാരമെന്ന നിലയിൽ അനന്തനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു. ഇതിനായി പരശുരാമൻ അസുരശില്പിയായ മയനെക്കൊണ്ട് ഒരു അനന്തവിഗ്രഹം പണികഴിപ്പിച്ചു. തന്റെ കൈവശമുള്ള മഴുകൊണ്ട് അവിടെയുള്ള മണ്ണ് വെട്ടിക്കൂട്ടി അനന്തസ്വാമിയെ പരശുരാമൻ പ്രതിഷ്ഠിച്ചു. ഈ മംഗളകർമ്മത്തിൽ പരമശിവൻ പ്രത്യക്ഷനായി ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തന്റെ കൈകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തുകയാൽ ഈ സ്ഥലം വെട്ടിക്കോട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പഴമ. പതിനേഴാം നൂറ്റാണ്ടിൽ കേരളത്തിൽ തറവാടുകളിലേതടക്കം ഏതാണ്ട് 30,000 സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഇത്രയും വ്യാപകമായ നാഗാരാധന ലോകത്തിലെങ്ങുമില്ല എന്നാണ് വിശ്വാസം. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അനന്തൻ നാഗരാജന്മാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നു. ആദിശേഷൻ എന്നാണ് അനന്തന്റെ മറ്റൊരു നാമം. കിഴക്കോട്ട് ദർശനമായാണ് വെട്ടിക്കോട് അനന്തനും നാഗയക്ഷിയും ഭക്തജനങ്ങൾക്ക് ദർശനഭാഗ്യമരുളുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണമെന്നതാണ് ഇവിടുത്തെ നിയമം. നിത്യേന അതിരാവിലെ അഭിഷേകം, നിവേദ്യ സമർപ്പണം, പൂജ എന്നിവ നടക്കുന്നു. മധ്യാഹ്നത്തിന് മുമ്പായി ഉച്ചപൂജയും ഇവിടെ നടന്നുവരുന്നു. വൈകിട്ട് പൂജകളൊന്നുമില്ല. കന്നി തുലാമാസങ്ങളിലെ പൂയമായില്യം നാളുകളിൽ ദീപാരാധനയും അത്താഴപൂജയുമുണ്ട്. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഊരാൺമ മേപ്പള്ളിൽ ഇല്ലക്കാർക്കാണ്. ക്ഷേത്രപ്രതിഷ്ഠ നടന്ന സമയത്ത് പരശുരാമൻ പരദേശത്തു നിന്നും കൊണ്ടുവന്നു പാർപ്പിച്ച ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് മേപ്പള്ളിൽ ഇല്ലക്കാർ എന്നാണ് വിശ്വാസം. പുതുമന ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മേപ്പള്ളിൽ ഇല്ലത്തിന്റെ മൂലസ്ഥാനവും തേവാരപ്പുരയും നിലവറയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ തേവാരമൂർത്തികളായി ഭദ്രകാളി, ദുർഗ, മഹാവിഷ്ണു, മഹാദേവൻ, യക്ഷി, ചാത്തൻ, മൂർത്തി എന്നീ ദേവതകൾ കുടികൊള്ളുന്നു. നിത്യവും രാവിലെ ഇവിടെ പൂജകൾ നടന്നുവരുന്നു.
മേപ്പള്ളിൽ നിലവറയും ഇവിടെ കാണാവുന്നതാണ്. നിലവറയിൽ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയോ ദ്വാദശി നാളിലോ 100 പാലും നിവേദ്യം നടക്കും. ശങ്കരാഭരണം സങ്കടവാരണോ സന്തതം വെട്ടിക്കോട്ടം ബലവാസിനം അംബുജനാഭനം സർവചരാചരവും ഇമ്പമായി വാഴുന്ന ബ്രഹ്മശയ്യാതലം അംബുജനാഭനം സർവചരാചര. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഗമകാവ് ഇവിടുത്തെ പ്രത്യേകതയാണ്. വീടുകളിലും മറ്റുമായി കേരളത്തിൽ പണ്ട് നിരവധി സർപ്പക്കാവുകൾ നിലനിന്നിരുന്നു. കാലാന്തരത്തിൽ നേരാംവണ്ണമുള്ള ആരാധനയോ പൂജയോ നടത്താൻ കഴിയാതെ അത്തരം നാഗചൈതന്യങ്ങളെ ആവാഹിച്ച് വെട്ടിക്കോട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ഇവിടുത്തെ ആഗമ സർപ്പക്കാവിലുള്ള നാഗപ്രതിഷ്ഠകൾ. ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായാണ് ആഗമ സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞുവരുന്ന ഒരു ഞായറാഴ്ച ഇവിടെ 100 പാലും നിവേദിക്കും. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ദേവന്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് കന്നിമാസത്തിലെ ആയില്യം നാളിലാണ്. വെട്ടിക്കോട്ട് ആയില്യം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. വെട്ടിക്കോട്ടായില്യം തൊഴുതാലേ ജന്മത്തിൻ ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും മുമ്പുള്ള സത്യപ്പൊരുളാ. ആയില്യത്തിന് 7 ദിവസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും ആരംഭിക്കും. പൂയം നാളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും സർവ്വ ആഡംബര വിഭൂഷിതരാക്കി പൂജ നടത്തും. ഈ അവസരത്തിൽ നടക്കുന്ന ദീപാരാധന ദർശിക്കുന്നത് മംഗളകരമായാണ് കരുതപ്പെടുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം പലവിധ മംഗളവാദ്യങ്ങൾ മുഴക്കി ദേവനെ സേവിക്കുന്ന ചടങ്ങും നടക്കുന്നു. ആയില്യ ദിവസം വെളുപ്പിന് നട തുറന്ന് നിർമാല്യ ദർശനം കഴിഞ്ഞാൽ അഭിഷേകം, ഉച്ചപൂജ, 100 പാൽ എന്നിവ നടക്കും. ഉച്ചയോടുകൂടി സർവ്വ അലങ്കാര വിഭൂഷിതനായി നാഗരാജാവിനെ വാദ്യമേളങ്ങളോടുകൂടി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും. ഈ എഴുന്നള്ളത്ത് കാണുന്നവർക്ക് വിഷഭയം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം. 10 മണിയോടുകൂടി സർപ്പബലി സമാപിച്ച് നടയടയ്ക്കുന്നു. മകം നാളിൽ ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം ആടുന്നതോടുകൂടി ആയില്യത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കും. തുലാമാസത്തിലും ഇതേ ചടങ്ങുകളോടെ ആയില്യം ആഘോഷിച്ചു വരുന്നു. കുംഭമാസത്തിലെ ആയില്യം, ശിവരാത്രി, മേടമാസത്തിലെ ബാലഭദ്ര ജയന്തി എന്നീ വിശേഷ ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു. കദളിപ്പഴമാണ് പ്രധാന നിവേദ്യം. ത്വക്കു രോഗങ്ങൾക്ക് വിഗ്രഹത്തിലാടിയ എണ്ണ സിദ്ധ ഔഷധമായി ഭക്തർ കണ്ടുവരുന്നു. രാഹുദോഷം മാറാൻ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്ന പതിവുണ്ട്. സർപ്പബലിയും 100 പാലുമാണ് പ്രധാന വഴിപാട്. സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കുന്നതിന് ഇവിടെ നടത്തുന്ന ധാര ഏറെ ഫലപ്രദമാണെന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സന്താനഭാഗ്യമില്ലാത്തവർക്ക് സന്താന ലാഭത്തിനു വേണ്ടി ഉരുളി കമിഴ്ത്ത് എന്ന ചടങ്ങും നടത്തിവരുന്നു. വെട്ടിക്കോട്ടാതിമൂലം വാഴും ശ്രീനാഗരാജ നവൂറുപാടി പുകഴ്ത്തുന്നേ നാടിയങ്ങൾ. സന്താപമൊക്കെയും സന്തതം തീർക്കേണം. സന്താ